ഹലോ, അസ്സാം വലൈക്കും. എന്നാണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? അപ്പം ഇന്ന് പ്രത്യേകിച്ചൊരു കണ്ടൻറ് വീഡിയോ ആയിട്ടല്ല കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ചെറിയൊരു സങ്കടം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേറെ നല്ല രാവിലെ ചെറിയൊരു സീൻ ഉണ്ടായി ഇവിടെ. സീനെന്ന് പറഞ്ഞാൽ സൈനമ്മ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ഡൈനിങ് ഹാളിൽ ഒന്ന് വീണ്. അപ്പോൾ വീണ സമയത്ത് കാക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ. അപ്പം ഞാനും ഉമ്മച്ചിയും മാത്രമേ ഉള്ളതിനു, അതിനോസും ഞങ്ങളും മാത്രമേ ഉള്ളതിനു. അപ്പോൾ രാവിലെ അമ്മ കുറച്ച് വൈകിട്ടാണ് അമ്മ എണീക്കല്. കാരണം പെട്ടെന്ന് എണീറ്റാൽ ഉമ്മക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ എണീക്കല്ല, സാവധാനമാണ് എണീക്കല്. അപ്പം ഒന്ന് രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് തല കറങ്ങിയതാണോ എന്താണെന്നൊന്നും അറിയില്ല. തല കറങ്ങുകയാണെങ്കിൽ സൈനമ്മ അമ്മച്ചിനോട് പറയലുണ്ട്, ഇങ്ങനെ തല ഇറങ്ങുന്നുണ്ട് ഒന്ന് പിടിക്കി നോക്കാം അമ്മച്ചിനോട് സൈനമ്മ പറയലുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഞങ്ങൾ ചായ കുടിക്കുകയായിരുന്നു, ഞാനും അമ്മച്ചും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴതിനും സൈനമ്മ റൂമിൽ നിന്ന് എണീറ്റ് വരുന്നതും ഡൈനിങ് ഹാളിൽ വീണതും. അങ്ങനെ വീണ് പിന്നെ ഉമ്മാക്ക് പിന്നെ അന്നേരം ഒരു 10 മിനിറ്റോളം ഉമ്മാക്ക് ബോധമൊന്നുമില്ലായിരുന്നു. കണ്ണൊക്കെ മറിഞ്ഞു പോയി, വെള്ളം കുടിക്കുന്നില്ല, വെള്ളം ഇറക്കുന്നില്ല, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളായി. പിന്നെ അങ്ങനെ താഴെ ഉമ്മാൻ്റെ ആങ്ങളുടെ വൈഫ് വന്ന്, അമ്മായി വന്ന്, അങ്ങനെ അമ്മായിയും ഉമ്മച്ചും കൂടി ബെഡിലേക്ക് കിടത്തി. അന്നേരമാണ് ഉമ്മാക്കൊന്ന് ശരിയായത്. അപ്പോൾ ഇരിക്കാനൊന്നും പറ്റുന്നില്ല, രണ്ട് കാല് അനക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ മാമനും, അതായത് ഉമ്മാൻ്റെ ആങ്ങളെയും പിന്നെ താഴെ മാമൻ്റെ വൈഫും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാക്കൂനെ വിളിച്ചപ്പോൾ കാക്കൂന് അവിടെ അർജൻറ്റ് എന്തോ പണിയുള്ളതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് വരാൻ പറ്റില്ല, കാരണം അവിടെ പ്രശ്നമാവും. അങ്ങനെ അവിടുന്ന് മാമനുള്ളതുകൊണ്ട് പിന്നെ കാക്കു പറഞ്ഞു മാമനുണ്ടല്ലോ, അപ്പോൾ മാമൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടുന്ന് പോയി. അപ്പോൾ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഉമ്മാൻ്റെ ഊരൻ്റെ അടുത്ത് എല്ല് പൊട്ടിയിട്ടുണ്ട്, അതുപോലെ സൈഡിലും പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 പൊട്ടലുണ്ട് എക്സ്റേയിൽ കണ്ട്. അപ്പോൾ അത് പ്ലാസ്റ്റർ ഇടാനൊക്കെ ആണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനിയിപ്പം ഓപ്പറേഷൻ ചെയ്തിട്ട് പ്ലാസ്റ്റർ ഇടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉമ്മാക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല. ഇതിന് മുമ്പ് ഉമ്മാക്ക് പല ഓപ്പറേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉമ്മാക്ക് ഓപ്പറേഷൻ ചെയ്ത് മയക്കി കഴിഞ്ഞാൽ പിന്നെ ബോധം വരുമുള്ളത് ഒരു ഉറപ്പില്ലാത്ത കാരണം കൊണ്ട് തന്നെ അമ്മക്ക് ഓപ്പറേഷൻ ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അങ്ങനെ ഇവിടെ അടുത്തുള്ളൊരു പച്ചമരുന്നിൻ്റെ ഇതിൽ അവിടെ കെട്ടുന്നോലുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പം കൊണ്ടുപോയിട്ടുണ്ട്, കെട്ടണം. ഇനിയിപ്പോൾ എന്തായാലും ഫുള്ള് റെസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് സിനിമേൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇനിയിപ്പോൾ അതിനുവിൻ്റെ കാര്യം ഉമ്മ നോക്കണം. അപ്പം എല്ലാം കൂടി ഒരു എന്താ പറയുക, ഒരു സമാധാനമല്ല. അപ്പം ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. ഉമ്മാക്കിപ്പോൾ നല്ല വേദന ഉണ്ട് എന്നാണ് മാമനെ വിളിച്ചപ്പം പറഞ്ഞത്. നല്ല വേദന ഉണ്ട്, തീരെ സഹിക്കാൻ പറ്റുന്നില്ല, നല്ല കരച്ചിലാണെന്നൊക്കെ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് കാര്യങ്ങൾ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല, കാരണം അമ്മ അങ്ങനെ നിൽക്കുമ്പോൾ വയ്യല്ലോ. അപ്പോൾ എല്ലാവരും സിനിമക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക, വേഗം ശരിയാവാൻ. സിനിമ കിടന്നു പോയാൽ ഉമ്മച്ചി ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക സിനിമക്ക് വേണ്ടിയിട്ട്. അതാണ് എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ദുആ ചെയ്യുക, നല്ല മാസമല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം സിനിമക്ക് വേണ്ടി ദുആ ചെയ്യുക, ദുആ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മയുടെ അവസ്ഥ എന്താണ്, ഇനിയിപ്പോൾ ഉമ്മ വന്നാൽ ഇനി എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഇനിയിപ്പോൾ എന്തായാലും അറിയുള്ളൂ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എല്ലാവരും സിനിമക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.